ചെന്നൈയിൽ പുതിയതായിട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ തുടങ്ങുകയാണ് ടി വി സീരിയൽ. ചെന്നൈയിൽ ഭയങ്കരമായിട്ട് സൺ ടി വി ഭയങ്കരമായിട്ട് തുടങ്ങണ്. അങ്ങനെ സണ്ണ്, രാജ് ടി വി, അങ്ങനെ രണ്ടുമൂന്ന് പുതിയ ടി വി ചാനൽ ഇറക്കുന്നു. അത് ഭയങ്കര വൈറൽ, ഭയങ്കര സംഭവങ്ങളായിട്ടൊക്കെ പറയാൻ നിൽക്കുന്നു. അപ്പം ഞാൻ ഡിസൈഡ് ശരി, ഒന്നുമില്ലെങ്കിൽ ടി വിയിൽ അവിടെ പോയി അഭിനയിക്കാമല്ലോ നമുക്ക്. അവിടെ പോയി അഭിനയിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയി അഭിനയിക്കാൻ പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയ കാര്യം, ഈ ഫസ്റ്റ് പടത്തിന് ഓഡിഷന് പോയില്ലേ, കോർഡിനേഷനാണ്. അത് ഇവരുടെ ഓഫീസില്ലേ, അതൊരു ചെറിയ വില്ല പോലെയാണ്. അവിടെ ഇപ്പുറത്തൊരു 4 വീട്, ഇപ്പുറത്തൊരു 4 വീടുണ്ട്. അതിൽ 2 വീട് കഴിഞ്ഞ വില്ലയിലാണ് വേറൊരു ഡയറക്ടറുണ്ട്. അവിടെ എല്ലാം ഡയറക്ടേഴ്സ് കോളനി എന്ന പേര്. അപ്പുറത്തൊരു ഡയറക്ടർ വില്ലുണ്ട്. അവിടെ VC ഗുഹനാഥ് എന്നൊരാളുണ്ട്, ഒരു ഡയറക്ടർ, വലിയ ഡയറക്ടറാണ്. VC ഗുഹനാഥ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡയറക്ടർ പാടുണ്ട്. അപ്പോൾ പുള്ളി എന്നെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, കാണും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ ടി വിയിൽ കയറി സൺ ടി വിയിൽ ഒന്നും ചെയ്യാനില്ല, അതിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൺ ടി വിയിൽ ബോംബെയിൽ നിന്ന് ജിജേന്ദ്ര വന്നിട്ട് അവർ ഭയങ്കര ഫേമസ് ആണ് ബോംബെയിൽ. ഓക്കെ, എന്നിട്ട് ബോംബെയിൽ ഹിന്ദി ഇവർ വന്നിട്ട് അതാണ് ഫസ്റ്റ് ടി വി നമ്മളുടെ ഇപ്പം ചെയ്യുന്ന പോലെ സീരിയൽ എപ്പിസോഡ് ചെയ്യണം പറഞ്ഞ് തുടങ്ങി. അതിൽ സീരിയലായിപ്പോയി. അപ്പോൾ ജിജേന്ദ്ര വന്ന് ഫസ്റ്റ് ഒരു മെഗാ സീരിയൽ എടുക്കുകയാണ്, ഫസ്റ്റ് ടൈം മെഗാ സീരിയൽ എടുക്കുകയാണ്. അതൊരു വലിയ ഡയറക്ടർ ചെയ്യുന്നു, K. രംഗരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തു. അങ്ങനെ അത് വന്ന് അത് ഭയങ്കര ടോക്ക് ഓഫ് ദ ചെന്നൈയിൽ ഭയങ്കര ഹിറ്റായി, ഭയങ്കര ഫേമസ് ആയിപ്പോയി. ഭയങ്കര ഫേമസ് വെച്ചാൽ അതാണ് റേറ്റഡ് 1. 2 വർഷമായിട്ട് അതായിരുന്നു റേറ്റഡ് 1 സാധനം. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ VC ഗുരുനാഥൻ ഫോൺ ചെയ്യണം എനിക്ക്, എங்கே இருக்கு റിയാസ് എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഷൂട്ടിംഗ് ആണ് സാർ, പിന്നെ 7 മണിക്ക് കഴിയുമെന്ന് പറയും, 9 മണിയാകും കഴിയുമെന്ന് പറഞ്ഞു. ശരി, 9 മണിക്ക് കഴിഞ്ഞാൽ കോടമ്പക്കം ബ്രിഡ്ജ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരു MM തിയേറ്റർ ഉണ്ട്, അങ്ങോട്ട് വന്നു പറഞ്ഞു. ഞാൻ അതും കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് കാർ എടുത്ത് ഓടിച്ചു MM തിയേറ്ററിലേക്ക് പോയി. MM വാ റിയാസ് ഉക്കാറിൻ്റെ ഒരു പടം പാപ്പോമാന്ന് വെച്ച്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, ഒരു പടം പാപ്പോമാന്ന് വെച്ച്. അപ്പോൾ ഈ പുള്ളി സാറ് മാത്രമേ ഉള്ളൂ, ആ VC ഗുരുനാഥ് സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുന്നവന് സാറ് ഞാൻ MM തിയേറ്ററിൽ പടം ഇട്ടപ്പോൾ തെലുങ്ക് പടം വരെയാണ്, പവൻ കല്യാണിൻ്റെ തെലുങ്ക് പടം വരെയാണ് ഫുൾ പടം. അത് കാണാൻ പവൻ കല്യാണിൻ്റെ പടം കാണാനാണ്. പടം കണ്ടു കഴിഞ്ഞ് അതിപ്പോൾ ഞാൻ സാർ എന്തിനാണ് നമ്മൾ ഈ പടം കണ്ടതെന്ന് വെച്ച്, എങ്ങനെയുണ്ട് പടം എന്ന് വെച്ച്. സൂപ്പർ പടം സാർ, സൂപ്പർ പടം, ഭയങ്കര പടം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് സാമയായിട്ടൊരു ഹിന്ദി പടം ഉണ്ട്, ഏതാണെന്ന് വെച്ചു. ജോ ജീത്ത വഹി സിക്കന്ദർ. അതിൽ സൈക്ലിംഗ് ആയിരുന്നു, ബോക്സിംഗ് ആണ്, കണ്ടന്റ് സെയിം ആണ്, കറക്റ്റ്, കൈകൊടു കറക്റ്റ്. ഞാനിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ് എന്താണ് தமிழில் பண்ண போகிறேன் ரியா சார். நல்லா இருக்கும் சார், தமிழில் பண்ணலாம். யார் பண்ணுறாங்க, யார் சார் பண்ணுறாங்க? விஜய். சூப்பர் சார். பிரதர் கேரக்டர் யார் பண்ணலாம்னு വെച്ച്. ബ്രദർ ക്യാരക്ടർ ബ്രദറും ബോക്സറാണ്, അപ്പോൾ ഈക്വലി ഒരു നല്ലൊരാളായിട്ട് ഞാനാ സാറെന്ന് വെച്ച്. ഏതാണ് അപ്പോൾ റിയാ സാഹിബ് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ അതിൽ ബ്രദർ ഇത്തിരി ഡള്ളാണ്, ഇതിൽ ഒരേപോലെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ബദ്രി അടിക്കുന്നത്. ജനൻ വിൻസൻ സാറാണ് ക്യാമറാമാൻ. ജനൻ വിൻസൻ സാറിൻ്റെ 3ാമത്തെ അസിസ്റ്റൻ്റാണ് ബാലയുടെ ബ്രദർ ശിവ. ഇന്ന് ശിവ ഓക്കെ, ഇന്ന് കങ്കു എടുത്ത ശിവ. അങ്ങനെ കുറേ മെമ്മറീസാണ്. ബദ്രി സൂപ്പർ ഹിറ്റ് ആയ ഉടനെ പിന്നെ അവിടെ നിന്ന് മാറി പിന്നെ ട്രാക്ക് സിനിമയിലേക്ക് വലിയ ആൾക്കാരെടുത്ത് വലിയ സ്ഥലത്തേക്ക് പല ഇതിലേക്ക് അങ്ങോട്ട് മാറി. പിടിക്കില്ല, அந்த பொண்ணுகிட்ட சொல்லி வை. முதல்ல விஷயத்தை சொல்லிட்டு கோ. വിജയ് നമ്മുടെ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ നിന്ന് മാറിയിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിൻ്റെ അനൗൺസ്മെൻ്റായി അതിൻ്റെ പുറക്കെയാണ് അദ്ദേഹം. പക്ഷേ ഒരു വിജയം ഉണ്ടാക്കുന്ന ഒരു ശൂന്യത തമിഴ് സിനിമയിലുണ്ടെന്ന് റിയാസ് വിശ്വസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുള്ളത് ഒരേ ആൾ മാത്രമാണ്. ഒന്ന് MGR അവരോട്, പിന്നെ വിജയകാന്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആക്ടേഴ്സും പൊളിറ്റിക്സും തമ്മിൽ ഭയങ്കര ക്ലോസ്ലി ആയിട്ട് പോകുന്ന ഒരു രാജ്യമാണ് തമിഴ്നാട്. ഭയങ്കര ക്ലോസ് ആണ് എല്ലാവരും. ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെയാണ്. എല്ലാ ആക്ടേഴ്സും ഇനി ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിയിലും എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും ഒരു പാർട്ടി പോയിട്ടുണ്ട്, ഞാനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർന്ന് പോകണമാണ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ് ഈ തമിഴ്നാട്. അപ്പം അങ്ങനെ വെച്ച്
പറയാൻ പറ്റൂല നമുക്ക്. ഓക്കെ, ഇത് ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാവുന്ന ഒരു അല്ല ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ശൂന്യത തമിഴ് സിനിമയിൽ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ വേറെ ആളുകൾ ഉണ്ടാവും, വേറെയും ആളുകളുണ്ട് അല്ലേ? തോന്നുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ? അതിലേക്കാണ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പോയത്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി ശോഭിക്കാം ഒരു 15 വർഷം കഴിഞ്ഞു. അതായത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന അവർക്കൊക്കെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര അച്ഛൻ്റെ അങ്ങനെ അതില് രാജാക്കന്മാരാണ്. ഇനി മിറക്കിൾ ഉണ്ടാവാം. പക്ഷേ CM ആകുമെന്ന് ചോദിച്ചാൽ ഉത്തരത്തിൻ്റെ ചോദ്യം അതാണല്ലോ. CM ആണെന്ന് വെച്ചാൽ ആവാം, മേ ബി 10 years. ഇവിടുന്ന് 10 വർഷം കഴിഞ്ഞ് ഇനി 15 years കഴിഞ്ഞ് ഒരു സാധനം ഉണ്ടാവാം. അപ്പോൾ 15 years ഇവരുടെ രണ്ടുപേരുടെയും ഈ മെയിൻ രണ്ടുപേരുടെയും ഒരു യാത്ര, ഒരു യുദ്ധത്തിൽ കൂടെ ഇനി ഒരു ഘട്ടം വരുമ്പോൾ എന്നാൽ പുള്ളിനെ ആക്കാം പറഞ്ഞ് ആക്കാം. കാത്തിരിക്കണം. നേരത്തെ വിജയകാന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അന്ന് അദ്ദേഹം മരിച്ച സമയത്ത് റിയാസ് ഒരു മനോഹരമായൊരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ഇട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്. അത്തരത്തിലൊരു ആത്മബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. വിജയകാന്ത് സാറോട് എപ്പോഴുമേ വെരി വണ്ടർഫുൾ മൂമെന്റ്സ്. ഞാൻ സിനിമയിൽ കയറിയ സമയത്ത് പുള്ളി പീക്കിലാണ്. അതെ, പീക്ക് എന്ന് വെച്ചാൽ രജനീകാന്ത്, വിജയകാന്ത്, കമൽഹാസൻ അങ്ങനെയായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ക്യാപ്റ്റൻ പീക്കിലാണ്. അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് അഭിനയിക്കാൻ ഒരു സിനിമ അറിയണം. ഓക്കെ, കള്ളഴകർ പറഞ്ഞൊരു സിനിമ അറിയണം. അതിലെ വില്ലൻ ഈ ബാലനെ പോലത്തെ വില്ലനാണ്. അല്ല, പുള്ളിയുടെ സിസ്റ്ററിൻ്റെ ഭർത്താവായിട്ട് വരും. പക്ഷേ ഇയാളാണ് എല്ലാം ചെയ്യണത്. സോണു സൂദിൻ്റെ ആദ്യത്തെ പടം, സോണു സൂദിൻ്റെ ഫസ്റ്റ് ഫിലിം. സോണു സൂദ് അവിടെ കോടമ്പക്കത്ത് വന്നെങ്കിൽ നിൽക്കുകയാണ്, ഏത് ജിമ്മി പോകണമെന്ന് സോണു സൂദ്. അപ്പോൾ എനിക്കൊരു സൈക്കിൾ, ഇതൊക്കെ സോണു സൂദിനെ ഞാൻ അടുത്ത് കണ്ടപ്പോൾ കുറേ ഇരുന്ന് സംസാരിച്ച് പഴയ മെമ്മറീസ്. എനിക്കൊരു സൈക്കിളുണ്ട്. ഈ സൈക്കിളിൽ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ താമസം. ഓക്കെ, ആ സൈക്കിളിൽ ഞാൻ സോണു സൂദ് ഇരുന്ന് ജിമ്മിൽ പോകും. അപ്പോൾ ജിമ്മിൽ വേറൊരു രണ്ടുപേരും സൈക്കിൾ വരും. ഓക്കെ, ദേവി സി പ്രസാദും അനീനും ആ സൈക്കിളിൽ വരും. അവരുടെ സൈക്കിൾ എപ്പോഴും പൊട്ടിപ്പോവും. ഇതൊക്കെ മെമ്മറീസാണ്. അവിടെ സീമ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. അവർ അങ്ങനെ കുറേ ഇതാണ് 20-25 years ബാക്ക് പോകുമ്പോൾ. പിന്നെ ഇപ്പം എല്ലാവരും വിജയകാന്തിനെ കുറിച്ചാണ് പറഞ്ഞു തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ അതിൽ ചെയ്യാൻ കിട്ടി. അപ്പോൾ പുള്ളി ഈ ഷൂട്ടിങ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആക്ഷൻ ബ്ലോക്ക് ആവശ്യമാണ്. ആ പടത്തിൽ അവിടെ ഒരു ആക്ഷൻ ബ്ലോക്ക് വേണം. പക്ഷെ അത് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡയറക്ടറിന് ചിന്ത, വിജയകാന്തിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും, അത് ശരിയാകുമോ? പക്ഷെ അവിടെ ഫൈറ്റ് വേണം, പടത്തിൽ ആ ഫൈറ്റ് വേണം. അവിടെ ആ സിറ്റുവേഷനിൽ അടി വേണം, ഇന്നലെ പൾസാണത്. അപ്പോൾ ആ ഫൈറ്റ് വേണമെന്ന് പറഞ്ഞത് ചെയ്യിപ്പിച്ചത് വിജയകാന്ത് സാറാണ്. അവിടെ വേണം, കുഴപ്പമില്ല, അത് ചെയ്തോട്ട് അവൻ ചെയ്ത എന്താ തെറ്റ്? ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് കറക്റ്റാണ്. അങ്ങനെ ചെയ്യിപ്പിച്ച് അങ്ങനെ എന്നെ വിജയകാന്തിനോട് ഫൈറ്റ് ചെയ്തപ്പോൾ ഈ ഓഡിയൻസിൻ്റെ വ്യൂ പോയിന്റ് മാറി. ഞാൻ ഭയങ്കര ആക്ഷൻ ചെയ്യുന്നൊരു, വിജയകാന്തിൻ്റെ കൂടെ ഒപ്പം ആക്ഷൻ ചെയ്യുന്ന ഒരാളായി സിനിമ ഇൻഡസ്ട്രിയിൽ അത് പോയി. അത് പോയി. പിന്നെ സാർ ചെയ്ത കാര്യം, എവറി 2 movies അല്ലെങ്കിൽ 3rd മൂവിയിൽ പുള്ളി എന്നെ പറയും, പേര് പറയും, ഇത് റിയാസിന് ഇട്ടാൽ മതി. ലാസ്റ്റ് പടം പുള്ളി ഈ പൊളിറ്റിക്സിൽ പോണതിന് മുമ്പ് ലാസ്റ്റ് പടം മാതേഷിൻ്റെ പടമായിരുന്നു. ഓക്കെ, അരസാംഗം ഇതൊരു പടമാണ്. അതിൽ പുള്ളി ക്യാരക്ടർ പറഞ്ഞപ്പോൾ അതിൽ ഈക്വലായിട്ട് ക്യാരക്ടർ ഹീറോ, 2 ഹീറോസ് ഉണ്ട്. അതിൽ പുള്ളിയാണ് എന്നെ ഇടിപ്പിച്ചത്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അപ്പോഴത്തേക്ക് ഞാൻ കുറേ പടമൊക്കെ അഭിനയിച്ചു, തമിഴ് കുറേ പടമൊക്കെ അഭിനയിച്ചു. പുള്ളിയാണ് ഇത് റിയാസ് ഇട്ടാൽ മതി, റിയാസ് ചെയ്താൽ മതി. പുള്ളി ഈക്വൽ ക്യാരക്ടർ എന്ന് അഭിനയിച്ചതും പുള്ളിയെല്ലാം ചെയ്തത്. സോ അത് ഞാൻ പറഞ്ഞത്. പുള്ളി കുറച്ച് വീക്കായപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും, ഞാനിപ്പോഴൊക്കെ ജിം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാറേ എപ്പോഴെങ്കിലും ചെയ്യാം സാറേ, ഹെൽത്ത് ജിം വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്താ വേണ്ടിയുള്ളത് പറഞ്ഞ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്, പുള്ളി കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആരോ പറഞ്ഞപ്പോൾ അവരേതോ പ്രോട്ടീൻ ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. എടാ, ആ പ്രോട്ടീൻ ഡ്രിങ്ക് ഞാൻ കഴിക്കാൻ പറ്റുമോ? അത് കഴിച്ചാൽ എന്തെങ്കിലും വരും. എന്നിട്ട് ഞാനൊരു പ്രോട്ടീൻ ഡ്രിങ്ക് വാങ്ങിയിട്ട്, ഇത് കഴിച്ചാൽ മതി സാർ, ഇത് കഴിച്ചാൽ മതി, മറ്റേത് കഴിക്കണ്ട. സോ
അത്രയും ഇത്രയും ബന്ധമുണ്ട്. ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു അല്ലേ, ഒരു വലിയ മനുഷ്യ സ്നേഹി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി, ഹ്യൂമൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഹെൽപ്പിംഗ്. വേറെ ഒന്നും തിരിച്ചിങ്ങോട്ട് ഒന്നും ചെയ്യണ്ട, അതെ. തിരിച്ചിങ്ങോട്ട് ഒന്നും വേണ്ട, ജസ്റ്റ് ഹെൽപ്പ്, അത്ര. വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആളവന്താനിലെ കഥാപാത്രമാണ്. ഒരു വേറൊരു ഈ പറഞ്ഞ കമലഹാസനോടൊപ്പം അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. ശരിക്കും അദ്ദേഹമായിട്ടും ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവാതിരിക്കില്ല. അദ്ദേഹമായിട്ട് ഓർമ്മയില്ല, ഇപ്പോഴും ഈ നിമിഷവും ഈ മൂമെന്റും ഇപ്പോഴും പുള്ളി കാണും. അങ്ങനത്തെ ഒരു ഇതാണ്. പുള്ളിയാണ് എന്നെ പിക്ക് ചെയ്തത്. അതിനെപ്പുറം സന്തോഷം എനിക്കില്ല, അതിനെപ്പുറം സന്തോഷമില്ല. ഓക്കെ, ഞാൻ അത്ഭുതപ്പെട്ടു. ഇതാണ് പുള്ളി എൻ്റെ ഫുൾ ഈ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്തു വരുന്നത് പുള്ളി കംപ്ലീറ്റ് നോട്ട് ഇട്ടാണ് വിളിച്ചത്. പുള്ളി വിളിച്ചത് പുള്ളി അങ്ങനെയാണ് വരാൻ പറഞ്ഞത്. പുള്ളി സിനിമയെ ഇതുപോലെ വരാൻ പറഞ്ഞല്ല, എന്നെ വന്ന് വിളിക്കുകയായിരുന്നു. പുള്ളിൻ്റെ വീട്ടിൽ ഓഫീസിൽ നിന്ന് ഫോൺ വരായിരുന്നു. പുള്ളി എന്നെ ഫോൺ വാങ്ങി സംസാരിച്ച് കഴിഞ്ഞ് പുള്ളി ഓഫീസിൽ നിന്ന് കാണാൻ പറഞ്ഞ്. പക്ഷേ ഇതൊന്നും ഒരു സിനിമ രീതിയിലല്ല ഹാൻഡിൽ ചെയ്യണത് ഇവരൊക്കെ. പുള്ളി വരുമ്പോൾ വൈഫായിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ലല്ലോ, അമ്മയായിട്ട് വാ വൈഫായിട്ട് വാ പറയില്ല. അങ്ങനെയാണ്, വൈഫായിട്ട് വാ നമുക്കെന്നാ വൈഫായിട്ട് വന്ന് ടിഫിൻ കഴിക്കാം നമുക്ക് രണ്ടുപേർക്കും കൂടെ. അപ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയാണ്. അപ്പോൾ അപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നുണ്ട് പുള്ളി എത്രയും വലുതാണ്, വേറൊരാൾ വന്നാൽ ചെറുതായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് പുള്ളി അത് അത്രയും താഴേക്ക് വരണത്. അത്രയും താഴേക്ക് വന്ന് ഇരുന്ന് നമ്മളോട് സംസാരിച്ച്, വീട്ടുകാരെയും സംസാരിച്ച്, വൈഫിയുടെ അമ്മേനെ പറ്റി സംസാരിച്ചു. വൈഫിൻ്റെ അമ്മ വലിയ ആക്ട്രസ്. അപ്പോൾ അവരെ പറ്റി സംസാരിച്ച്, അവരുടെ ഹെൽത്തിനെ പറ്റി സംസാരിച്ച്, കഥയിലേക്ക് അങ്ങനെയാണ് പോണത് പുള്ളി. കഥയിലേക്ക് പോയത് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് വേറൊരു കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാണ് എനിക്കിത് കഥയാണെന്ന്, സിനിമയിലൊക്കെ കഥയാണെന്ന്. ഇതുണ്ട്, ഇങ്ങനെ ചെയ്യാറിയാം നമുക്ക് എങ്ങനെ. അപ്പോൾ ഇതൊന്നും സിനിമ പോലെയല്ല പറയണത്, ഇത് റിയൽ ആയിട്ട് സാധനം ഇങ്ങനെയാണ് പറയണത്. നമ്മളെ കംഫർട്ടാക്കി. MGR സാറിന് ഭയങ്കര ട്രൈസെപ്സ് ആയിരുന്നു അറിയോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സാറേ. രണ്ട് പുള്ളിയുടെ ട്രൈസെപ്സ് ഉണ്ട്, കണ്ടോ? എന്താ പറയുക ട്രൈസെപ്സ് പുള്ളിക്ക് വരാൻ കാരണം? അതൊക്കെ നമ്മൾ 20 പടത്തിലുണ്ട്. പുള്ളിയാണ് അവിടുത്തെ ക്രെയിനിൻ്റെ വെയിറ്റും പൊക്കുന്നത്, ഇതും ക്രെയിൻ ഡിസ്മാൻഡിൽ ചെയ്ത് ഇതും പൊറ്റിക്കൊണ്ടുവരുന്നത്, അവിടുത്തെ സെറ്റ് പ്രോപ്പർട്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി അത് വെച്ച് വർക്കൗട്ട് ചെയ്ത് പുള്ളി ഇങ്ങനെയൊക്കെയാണ് പറയണ കാര്യങ്ങൾ. നമ്മളോട് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പുള്ളി നമ്മളെ സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് MGR പോലെ നമ്മളെ സിനിമയിലേക്ക് അടിച്ചിങ്ങനെ നമ്മളെ കൊണ്ടുവരികയാണ് പുള്ളി. എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ ആളവന്താൻ ചെയ്യുമ്പോൾ പടം എടുക്കുന്നത് മോഷൻ കൺട്രോളിലാണ്. ഈ മോഷൻ കൺട്രോൾ ക്യാമറ ഓസ്ട്രേലിയൻ ക്രൂ ആണ്. അവരൊരു 21 പേരുണ്ട്. അപ്പം ഇതിൽ നന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മൊട്ടത്തലയാണ്. പുള്ളിക്ക് ഈ ടാറ്റു മേക്കപ്പ് ഉണ്ട്. ഈ ടാറ്റു മേക്കപ്പ് ഇടാൻ 6 മണിക്കൂറാവും. അപ്പോൾ പുള്ളി 6 മണിക്ക് വന്നാൽ 7, 8, 9, 10, 11, 12 മണിക്ക് ഇത് കഴിയുള്ളൂ. 12 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്ന് ഈ മോഷൻ കൺട്രോളായിട്ട് ഒരു റിഹേഴ്സൽ ചെയ്യേണ്ടി വരും. ടൈമിങ് ഇവരുടെ ക്യാമറ ടൈമിങ് എല്ലാം മോഷനിലാണ്, ഇതിലാണല്ലോ, ഓപ്പറേഷനാണല്ലോ. ടൈമിങ് ചെയ്താൽ 1:30 മണിയാകുമ്പോൾ ബ്രേക്കായി പോകും. ബ്രേക്ക് കഴിഞ്ഞാൽ ഒരു റിഹേഴ്സൽ, പിന്നെ ഒറ്റ ഷോട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു ഷോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ പുള്ളി ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. സാധാരണ സിനിമയിൽ ഫൈറ്റിനാണ് ഡൂപ്പിടാൻ പറയണത്, പുള്ളി ക്യാരക്ടറിനെ ഡൂപ്പിടാൻ പറഞ്ഞു. ഞാൻ തലയെ കുത്തി വീണ്. ഇതിനപ്പുറം സന്തോഷമില്ല എനിക്ക് ലൈഫിൽ. ഞാൻ ആ ഫുൾ പടത്തിൽ പുള്ളിയുടെ ക്യാരക്ടർ ഞാൻ ഡൂപ്പിട്ടു. അത് എങ്ങനെ പുള്ളി പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ, ഒരു ദിവസം പുള്ളി 6 മണിക്കൂർ മേക്കപ്പ് ഇട്ട് വന്ന്, അപ്പം ഞാൻ ആ ഇൻസ്പെക്ടർ ക്യാരക്ടറിൻ്റെ ഡൂപ്പിട്ട് അന്ന് ഒരു സീൻ എടുക്കാൻ പറ്റുള്ളൂ, 1-1.5 സീൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു 1-1.5 സീനല്ല, ഒരു 2-3 ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ ഈ മോഷൻ കൺട്രോളിൽ. പാക്കപ്പ് 6 മണിയാവൂലേ? 6 മണി കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? അങ്ങനെ പോയി ചെയറിലിരിക്കും. ചെയർ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കും. ആ ചെയർ ഇവിടുന്ന് വണ്ടി കയറി പോയിട്ട് പുള്ളിയുടെ സ്ഥലത്ത് പോയി പുള്ളി ഒരു സോഫ പോലെ ഒരു ചെയറിൽ ഇരിക്കും. ഇരുന്ന് അവിടെ തന്നെ ഉറങ്ങും, അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് കാലത്ത് 6 മണിക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ നേരും. അന്ന് 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത ദിവസം പുള്ളി ഇതാകുന്നില്ല, അങ്ങനെ വന്ന് 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അന്ന് 8 to 6 2 സീൻ എടുക്കാൻ പറ്റും. ഒരു സീൻ ഫുൾ എടുത്ത് വേറൊരു സീൻ എടുക്കാൻ പറ്റും. എടുത്തായിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരില്ലേ, ഞാൻ പോയി മേക്കപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ അങ്ങനെ പോയി വീട്ടിൽ സോഫയിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇട്ട് വരും. ഇങ്ങനെ പുള്ളിയെ കുറേ പഠിപ്പിച്ചു തന്ന് എൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ പുള്ളിയാണോ എൻ്റെ കൈ ഒടിഞ്ഞത് പുള്ളി ശരിയാക്കി തന്നത്. വേറൊരു ഷൂട്ടിങ്ങിൽ അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. ഈ നന്ദു പിന്നെ കാണാൻ രവീന ടാൻഡോണായിട്ട് ജയിലിൽ പോണത്. അപ്പോഴാണ് ഫസ്റ്റ്
നന്ദു ഇങ്ങനെ വരണത്, ഇങ്ങനെ വന്നിട്ട് കണ്ണ് മാത്രമായിരിക്കും ഷോട്ട് ഇങ്ങനെ വരണത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ അഭിനയിക്കണം, ഇപ്പുറത്തായിട്ട് അഭിനയിക്കണം, ഇപ്പുറത്ത് വരുമ്പോൾ ഞാൻ അതായിട്ട് അഭിനയിക്കണം, അതായിട്ട് അഭിനയിക്കണം. ആ സമയത്ത് ഡൽഹിയിൽ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ വേറൊരു സിനിമയിൽ എൻ്റെ കൈ ഫ്രാക്ചറായി. അപ്പോൾ എനിക്ക് പുള്ളിയോട് പറയാൻ പേടി, ഞാനങ്ങനെ വരില്ലെന്ന് പറയും. പുള്ളി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേറെ എന്തൊക്കെയാണല്ലോ ഓക്കെ, പുള്ളിക്ക് അപ്പുറത്ത് അഭിനയിക്കണമെങ്കിൽ ഞാൻ വന്ന് ഇപ്പുറത്ത് ഞാൻ വരണം, ഈ ഡയലോഗും കാര്യങ്ങളും പുള്ളി ചെയ്യണമല്ലോ, ഞാൻ ഇവിടെ ഇത് ചെയ്യണം. അപ്പോൾ ഞാനിത് വെട്ടി, ഫ്രാക്ചർ ചെയ്ത് ഞാൻ വെട്ടി, വീട്ടിൽ നിന്ന് വെട്ടി, ഇത് വെട്ടി ഇതിൽ ഫുൾ ഹാൻഡ് ഇട്ടിട്ട് പോയി ഞാൻ. പുള്ളി വന്നോടനെ കണ്ടുപിടിച്ച്, വിരലുകൊണ്ടാണ് കണ്ടുപിടിച്ച് പുള്ളി ഫ്രാക്ചറായ കൈ പുള്ളി എന്ത് മാജിക്കാണോ ചെയ്യാന്ന് അറിയില്ല, അതാക്കി 1 മണിക്കൂർ ചൂടുവെള്ളവും ഐസും വെച്ച് ബ്ലഡിൻ്റെ ക്ലോട്ടൊക്കെ പുള്ളി കുറേ മാറ്റി. പുള്ളീനെ റെഡിയാക്കണം, ഞാനല്ലല്ലോ, മറ്റേ കേട്ട പുള്ളി തന്നെ അല്ലേ. അതൊക്കെ ഭയങ്കര മെമ്മറാണ്. 2 മോനെയും ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, 2 പെൺകുട്ടികളാണല്ലോ, അതുകൊണ്ട് 2 മോനെയും പുള്ളി കയറി വെച്ചിട്ടുണ്ട്. ചെറിയ മോനെയും മൂത്ത മോനെയും ഭയങ്കര കാര്യമാണ്. എല്ലാത്തിനും വിളിക്കും, കാണിച്ചു കൊടുക്കും. വീട്ടിൽ നിന്ന് ഇത് കണ്ട, ഈ സിനിമ കണ്ട, മറ്റേ സിനിമ കണ്ട. ഈ പറയുന്നത് നമുക്ക് അറിയുന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മബന്ധം ഉണ്ട് അല്ലേ. വളരെ ഇതൊക്കെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നതാണ്. ഇപ്പൊ റിയാസ് ഖാൻ എത്ര പേര് ഈ രീതിയിലൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്റർവ്യൂ നമ്മൾ ഇതാരോടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ നമ്മൾ കാത്തു വെക്കുന്ന ഭയങ്കര ഒരു മൊമെന്റ് ആണ്. അതാണ് 100 crore ക്ലബ്, അതാണ് പാൻ ഇന്ത്യ. ആ സിനിമയിൽ ഉമ അഭിനയിച്ചിട്ടുണ്ട് ഇല്ല ഉമ്മേനെ ഹീറോയിൻ ആക്കി പുള്ളി അൻപേശ്വരത്തില്. ഇവനെ നേരെ കൊണ്ട് പുള്ളി ഹീറോയിൻ ആക്കി. ടബൂനിട്ടാണ്, ടബൂനിട്ട് പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. ബായിന്റെ വൈഫിനെ വിളിക്കാൻ പറഞ്ഞു, റിയാസുവിന് പറഞ്ഞില്ല, സുന്ദറോട് ബായിന്റെ വൈഫ് മതി, അതാ കറക്റ്റ് പറഞ്ഞു പുള്ളി. ഒന്നുമില്ല, ഒരു ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണാണെങ്കിൽ ഓക്കെ ഫൈൻ. ഉമ്മാടെ ടാലന്റ് എന്താണെന്ന് അറിയാം, ബാക്കി അറിയാം. അതായത് 2-3 സിനിമ പറ്റും. പക്ഷെ അതിൽ കറക്റ്റ് പുള്ളിയെ വിളിച്ചേ, സുന്ദർ എന്നെ വിളിച്ചേ, റിയാസ് വൈഫോടെ ഉണ്ടെന്ന് പറഞ്ഞു, വീട്ടുണ്ടെന്ന് പറഞ്ഞു, വിളിച്ചോണ്ട് പോവാ. 4 വർഷം പിന്നാടി ജോലിട്ടിട്ട് എല്ലാവർക്കും தெரியும், ഉനക്ക് தெரியலையா? അങ്ങനെ ആ സിനിമയിലല്ലേ എങ്ങനെയാ ഉമയെ വിവാഹം കഴിക്കുന്നത്? പ്രണയമായിരുന്നോ? തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ മോൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് പോലെ ഞാൻ പ്രണയിച്ചു. ഉമ ഒരു അറിയാത്ത പെൺകുട്ടിയല്ല, സിസ്റ്ററിന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ അങ്ങനെ എനിക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പ്രേമിച്ചല്ല, ഇന്നാളെന്ന് അറിയാം, അത്രേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഫോറിനിലൊക്കെ പോയില്ലേ, ഫോറിനിലൊക്കെ വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു പടത്തിന്റെ ഓഡിഷൻ വന്നപ്പോൾ സിസ്റ്ററാണ് പറയണത്, എൻ്റെ സിസ്റ്റർ പറയണേ ഈ പടത്തിൽ ഉമേനെ ഹീറോയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന് മാത്രമേ എപ്പോഴും റെക്കമെൻഡേഷൻ ഹീറോയിൻ, അത് പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ല സത്യമായിട്ട് ചേട്ടാ, ഉമ സിനിമ അഭിനയിക്കേണ്ടിരിക്കണം, പോയി കണ്ടിട്ട് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമയും ഞാനും കൂടി ഒരു പടത്തിന് ഫോട്ടോഷൂട്ട് വെച്ചാൽ, അങ്ങനെ ഫോട്ടോഷൂട്ട് ഉണ്ടായി. പടമൊന്നും വന്നില്ല, പടം നിന്നുപോയി, പടം എടുത്തുമില്ല, ഞങ്ങൾ 2 ടേക്ക് ഓഫ് ആയി. അതും ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലേ. പക്ഷേ റിയാസിന്റെ ഒരു വലിയൊരു സപ്പോർട്ടീവ് അല്ലേ. പിന്നെ പലർക്കും അറിയില്ല, പിന്നെ ഉമ അസാമാന്യ ഡാൻസറാണ്, മ്യൂസീഷ്യനാണ്, സിംഗറാണ്, അത്ലറ്റ്സ് ആണ്, മിമിക്. തമിഴ്നാട്ടിലെ വെരി ഫ്യൂ ലേഡി ആർട്ടിസ്റ്റ് ഒരു മിമിക്രാണ്. അതറിയത്തില്ല, അതുകൊണ്ടാണ് കമൽ സാർ വിളിച്ചത്. ആരെയാണ് എല്ലാവരും ചെയ്യും. അത് എന്റെ പുതിയ അറിവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കബീർ പൊന്നമയെ പോലെ അവിടെ ഒരുപാട് താരങ്ങളുടെ ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള കമല കലേഷ് അല്ലേ, അദ്ദേഹമാണ് അമ്മ. അവരുടെ ഫാദറും ഒരു മ്യൂസീഷ്യനായിരുന്നു. അതായത് നമ്മുടെ ഹിന്ദിയിൽ R.D. ബർമൻ പോലെ തമിഴ്നാട്ടിലെ അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ഇളയരാജ സാറും ഗംഗാമരൻ സാറും ദേവ സാറും ഒക്കെ പറഞ്ഞ ട്രൂപ്പിലുണ്ടായിരുന്നു. റീസെന്റ്ലിയാണ് അമ്മ, എൻ്റെ അമ്മ അല്ല അതാണ് അത് ഞാനിപ്പോ ഇപ്പൊ ക്ലിയർ ചെയ്തേക്കാം. മരിച്ചു പോയത് ജനുവരി 10-ാം തീയതി മരിച്ചു പോയത് എൻ്റെ അമ്മയാണ്. അതായത് അമ്മയെന്ന് പറഞ്ഞപ്പോ, അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ച്, എല്ലാ വാർത്തകളും അങ്ങനെ അമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ച് ഉമ്മയുടെ അമ്മ മരിച്ചുപോയി, അങ്ങനെ വിചാരിച്ച. അമ്മനെ അടക്കാൻ കൊണ്ടുപോയപ്പോ അവിടെ ഉള്ളവരൊക്കെ അമ്മ മരിച്ചെന്നാണ് അറിയാം. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല എൻ്റെ അമ്മയാണ് അവരുടെ അമ്മ. അമ്മ എന്ന് പറഞ്ഞപ്പോ അവർ നേരെ കട്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് ഉമ്മയുടെ അമ്മയുടെ വീട്ടിൽ. അതിന്റെ കാര്യം എന്നറിയോ, 2 പേരും ഒരേ വീട്ടിൽ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ തന്നെയാണ്. കല്യാണം കഴിച്ച മുതൽ 2 അമ്മമാരും ഞങ്ങൾ ഒരിക്കലും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. 2 പേരും ഒരേ വീട്ടിൽ തന്നെ, സെയിം തന്നെ. അപ്പോ ഇവരുടെ വിചാരം ഒരമ്മയെ കൊടുക്കുള്ളൂ, ഒരമ്മ കൂടെ ഇല്ലെന്ന് വിചാരിച്ചു. ആ അമ്മ ഓർക്കുന്നു, കാരണം റിയാസിനെ പോലെ അല്ലേ ഒരു ടാലന്റഡ് ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് തന്ന ആ ഉമ്മയും ബാപ്പയും ഇപ്പം പെട്ടെന്നൊന്ന് ഓർക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഉമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ഉമ്മ എന്ന് പറയുന്നത് വൈഫ് എന്ന നിലയിൽ ഉമ്മ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യും? എനിക്ക് ആകുള്ളൊരു ഫ്രണ്ട് ഉമ്മ മാത്രമേ ഉള്ളൂ. പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂട്ടുകാരില്ല. ഞാനിപ്പോൾ എല്ലാവരോടും ഞാൻ പെട്ടെന്ന് ഫ്രീ ആയിട്ട് പഴകുന്ന എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്. എൻ്റെ ഒരു ക്യാരക്ടർ. ഞാൻ പെട്ടെന്ന് ഒരാളാണെങ്കിൽ എനിക്ക്
അടക്കാൻ പറ്റൂല. ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള എനിക്കൊരു ബോണ്ടിങ് വേണം. എല്ലാം ഞാൻ അടക്കില്ല. അടുത്ത് കഴിഞ്ഞാലേ ഞാൻ ആരാണെന്ന് അറിയുള്ളൂ. എന്നെ ഒരു ലുക്കിൽ കാണുമ്പോൾ ആൾക്കാർ എന്നെ പലതുമായിട്ട് പറയും. ചിലപ്പോൾ ഹെഡ് വെയിറ്റ് ഉള്ള ആളാണോ, അല്ലെങ്കിൽ മിണ്ടാത്ത ഒരാളാണോ, ഇതാൻ പറ്റാത്ത ആളാണോ. ഞാൻ ആ സെറ്റിൽ വന്ന് എനിക്ക് എന്താണ് ക്യാരക്ടറോ അവിടെ വന്ന് മാത്രമേ ഞാനത് ഇങ്ങനെ മിങ്കിളേ നിൽക്കുള്ളൂ. അതാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ ഞാൻ അതിൻ്റെ ക്യാരക്ടർ നമ്മൾ മാറില്ല. അതുകൊണ്ട് എനിക്ക് പൊതുവേ വലിയ ഫ്രണ്ട്സ് ഇല്ല. ഞാനിനി പുറത്ത് പോകണമെങ്കിലും ഉമ്മയായിട്ട് പോകുള്ളൂ. ഉമ്മയ്ക്ക് കുറേ ഫ്രണ്ട്സ്, ഉമ്മയ്ക്ക് ഒരു 100 ഫ്രണ്ട്സ്. ഓക്കെ, പോകുള്ളൂ. ഇനി ഞാൻ ഹോട്ടലിൽ പോകണമെങ്കിൽ പോകുള്ളൂ. ഇനി ഒരു ബാറിൽ പോയി ഒരു ഡ്രിങ്ക് കഴിക്കണമെങ്കിൽ ഞാൻ ഉമ്മയായിട്ട് പോകുള്ളൂ. ഞാൻ ഉമ്മനെ കൂട്ടിയിട്ട് പോകുള്ളൂ. അങ്ങനത്തെ ഒരു ആരുമില്ല. സോ എൻ്റെ ലൈഫിൽ അവരൊരു ഭയങ്കര പ്രധാനമുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും വിജയത്തിന് ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്ന പോലെ രണ്ടുപേരും അങ്ങോട്ടും വെച്ചാൽ എനിക്ക് ഒരു സിനിമ ഇല്ലാത്തപ്പോഴും ഒന്നും ഇല്ലാത്തപ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന് കൂടെ നിന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും എൻ്റെ തെറ്റാണിത് ശരിയെന്ന് പറഞ്ഞു തരാനും ഉമ്മയായിരുന്നു. വേറൊരു മൂത്തൊരാളില്ലായിരുന്നു. മൂത്തൊരാളോ വേറൊരു അങ്ങനെ ഓരോ ഫാമിലി ഓരോന്ന് കാണല്ലോ. മൂത്ത ആളോ അറിയുന്ന ഒരു ഫ്രണ്ടോ അച്ഛൻ്റെ ഫ്രണ്ടോ, എനിക്കെല്ലാം ഈ സ്ത്രീ തന്നെയായിരുന്നു. ഉമ്മ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയാണ്, ഈ ഒരു വുമണാണ് എൻ്റെ ലൈഫിൽ എല്ലാം കൊണ്ടുവന്ന് വെച്ചത്. റിയാസിൻ്റെ കരിയറിലെ ഏറ്റവും മറക്കാനാവാത്തൊരു അധ്യായം എന്ന് പറയുന്നത് ഗജനിയാണ് അല്ലേ? ഗജനി എന്ന് പറയുന്നത് തമിഴിൽ മുരുകദോസിൻ്റെ പടം, സൂര്യയോടൊപ്പം അഭിനയിക്കുന്നു. അതിൽ ആ പോലീസ് ഓഫീസർ സെയിം ആ പടം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു, മുരുകദോസിനെ ചെയ്തു. അവിടെ ആമീർ ഖാൻ നായകനാകുന്നു. അവിടെ സെയിം ക്യാരക്ടറിലേക്ക് റിയാസ് ഖാൻ വരികയാണ്. അമീർ, സൂര്യ, ഒരുപാട് ഓർമ്മകൾ എന്തായാലും ഗജനിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും അല്ലേ? പടങ്ങളൊക്കെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പടങ്ങളാണ്. ജനവും ഓഡിയൻസും മറക്കാത്ത പടങ്ങളാണ്. ഞാൻ മുരുകദാസിനെ ആദ്യം കാണുന്നത് രമണ എന്നൊരു സിനിമയിലാണ്. ഈ രമണൻ്റെ പ്രത്യേകത എന്ന് രമണ കണ്ടിട്ടാണ് ഞാൻ ബാലേട്ടനെ വിളിക്കുന്നത്. അതിനൊക്കെ ഭയങ്കര കണക്ഷൻസ് ആണല്ലോ. രമണ സിനിമയുടെ 66 കമലാ തിയേറ്ററിൽ ആണ്, എ വി രാജേശ്വരിലാണെന്ന് അറിയില്ല, ഒരു 65 ദിവസം കഴിയുന്നു തോന്നാണ്. അപ്പോൾ ഈ ഭദ്രൻ കിട്ടാതെ തുളസിദാസ് സാറാണ് പറയണത്, നിങ്ങൾ രമണ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പയ്യൻ രമണയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ VM വിനു GK ഇവർ പോയി രമണയിൽ അങ്ങനെ കണ്ടപ്പോൾ ഓക്കെ, അങ്ങനെയാണ് എന്നെ ഇതിൽ വരണത്. ഓക്കെ, സോ ഈ രമണയിലേക്ക് കാസ്റ്റിംഗ് കോൾ വന്നപ്പോൾ അതിൽ ആ ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് ഉണ്ട്. അതാണ് പടത്തിൽ മെയിൻ കഥാപാത്രം. അപ്പോൾ അതിൽ ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ മുരുകദാസിനെ പരിചയപ്പെടുന്നത്. പരിചയമായി. അങ്ങനെ മുരുകദാസായിട്ട് ഞാൻ അടുത്തു പരിചയമായിപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ചെയ്യണത് പുള്ളി തെലുങ്കാണ്, ചിരഞ്ജീവിയായിട്ട് സ്റ്റാലിൻ. അപ്പോൾ ഇപ്പോൾ കുറേ ഡയറക്ടേഴ്സിനെ കാണും, ഇഷ്ടപ്പെട്ട ഒരു ആക്ടറെ കിട്ടിക്കഴിയുമ്പോൾ ഈ ആക്ടർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കിട്ടും. ഇപ്പോൾ കരൺ ജോഹർ ഏത് എഴുതി കഴിഞ്ഞാലും ഷാറുഖ് ഖാനെ കിട്ടുള്ളൂ. കരൺ ജോഹർ എന്ത് പറഞ്ഞാലും അവരുടെ ഒരു ഇതായിരിക്കും. നമ്മൾ ഇനി ഏത് കഥ എഴുതിയാലും മലയാളത്തിൽ നമ്മൾ ആദ്യം എനി റൈറ്റർ എഴുതുമ്പോൾ ലാൽ സാറിൻ്റെ പേര് വരുന്നു അല്ലേ? ഒരു കഥാപ്രതി വന്നു, അല്ലെങ്കിൽ ജഗീഷ് ചേട്ടൻ്റെ സാറിൻ്റെ പേര് വരും. അത് ജഗീഷ് സാറിൻ്റെ പേരില്ലാതെ ഒരു സ്ക്രിപ്റ്റും കാണില്ല. അങ്ങനെ എഴുതി പോകും നമ്മൾ. അത് ആ ആക്ടർ അങ്ങനെയാണത്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നെ സ്റ്റാലിനിൽ കാസ്റ്റ് ചെയ്യണം, ചിരഞ്ജീവിയായിട്ട് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാലിനിൽ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ അല്ലു അർജുൻ്റെ അച്ഛനാണ്. ഈ ഗജനി ഹിന്ദിയിലേക്ക് പോകണോ വേണ്ടെന്ന് അവിടെ നിന്നാണ് ഇങ്ങനെ പൊട്ടണത്. അപ്പോൾ സ്റ്റാലിനിൽ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇതുണ്ട്. അപ്പോൾ അല്ലു അർജുൻ്റെ അച്ഛന് ഫാദറിന് അമീർ സാറ് ആദ്യത്തെ പടം ചെയ്യുമ്പോൾ കയാമത്തെ കഴിഞ്ഞിട്ടെന്ന് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഏതൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വിട്ടുപോയി എല്ലാം ചെയ്യും. ഇപ്പം ഗജനിയിൽ ഹിന്ദി ചെയ്യണമെന്ന് ഭയങ്കര ചർച്ച. അപ്പോൾ ഈ പ്രകാശ് റാവത്തില്ലേ വില്ലനായിട്ട് അഭിനയിച്ചത്, പുള്ളി ലഗാനിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ വഴിയുണ്ടായി കൊടുത്തു, പുള്ളി ലഗാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് അമീർ സാർ ഒരിക്കലും ഡബ്ബിംഗ് പടം ചെയ്യില്ല, റീമേക്ക് ചെയ്യില്ല, ഒരിക്കലും റീമേക്ക് ചെയ്യില്ല, ഒറിജിനലേ ചെയ്യുള്ളൂ. പുള്ളിയുടെ ഒരു പോളിസി അതായിരുന്നു, റീമേക്ക് ചെയ്യില്ല, ഒറിജിനൽ വെർഷൻ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ അല്ലു അർജുൻ അവിടെ നിന്ന് വരെയാണെന്ന് പറഞ്ഞ് വെച്ചാൽ അപ്പോൾ അമീർ ഖാൻ ഓക്കെ പറഞ്ഞു, പടം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ കണ്ടപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫിലിം.
അങ്ങനെ അല്ലു അർജുൻ അച്ഛൻ പോയി സംസാരിക്കും. ഇവർ പഴയത് പുതുക്കുകയും ശരി നമുക്കൊരു പടം ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഗജനി ഓണായപ്പോൾ എനിക്ക് ഭയങ്കര ഇത്, നമ്മളെ കേട്ടത് ആര് ചെയ്യും, അപ്പുറത്ത് ആരും ചെയ്യോ ആരെങ്കിലും ചെയ്യുമോ വെച്ചാൽ ഹിന്ദിയാണ് നോർമലി. അത് നമ്മൾ ഇന്ത്യ അങ്ങനത്തെ ഒരു രാജ്യമാണ്, ഒരു ഇതല്ല അമേരിക്ക ഫിലിം ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ തന്നെ ആവില്ല. ഇന്ത്യയിൽ പല ഭാഷയാണ്, പല ഭാഷയിൽ പലവരാണ്, നോട്ട് വൺ അല്ല. അപ്പോൾ എങ്ങനെ ചെയ്യുന്നപ്പോൾ ഞാൻ മുരുകദാസിനെ സംസാരിക്കുന്നുണ്ട്. മുരുകദാസ് പറഞ്ഞ് എനിക്ക് ഒരു പിടുത്തില്ല, എന്ത് ചെയ്യുന്നു പിടുത്തില്ല. അങ്ങനെ ഹിന്ദിയിലെ കാസ്റ്റിംഗ് തുടങ്ങി. അസീൻ ആണെന്ന് 100% ഫിക്സ്ഡ്. അസീനാണ് 100% ഫിക്സ്, അതിന് പിന്നെ മാറ്റമില്ല, അത് ഫിക്സ്. പക്ഷേ അസീൻ തൂത്തുവാരി കലക്കിയെടുത്ത് വീട്ടിൽ ശർമ്മ കുടിച്ചിട്ട് ഫിക്സ്ഡ്. പ്രകാശ് രാജാണ് പടം കൊണ്ടേ കാണിച്ചു കൊടുത്തത്. ആളെ മാറ്റാൻ പറ്റില്ല, ആളൊരിക്കലും മാറ്റില്ല, ആൾ ഫിക്സ്ഡ് നിൽക്കുകയാണ്. എന്താണെന്ന് അപ്പോൾ ഇവർ കുറേ ചോയ്സ് കേസ് ഇങ്ങനെ പോകുന്നുണ്ട്. അമീർ ഖാൻ സാറിന് ഇതൊന്നും അറിയുന്നില്ല. അമീർ ഖാൻ സാറ് വെച്ചാൽ സ്റ്റോറി ഡിസ്കഷൻ ഭയങ്കര സീരിയസ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ എന്തോ പ്രശ്നമുണ്ട് ഇത്. അപ്പോൾ അമീർ ഖാൻ്റെ ചോദ്യം സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ഹാഫ് ഒറ്റ എപ്പിസോഡാക്കി മാറ്റാം, ആ പാട്ട് വേണ്ട. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് പിന്നെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി ഗജനിൽ. അപ്പോൾ ഇതൊന്നും പുള്ളി അറിയുന്നില്ല. ലാസ്റ്റ് ശരി ആരൊക്കെയാണെന്ന് അതിന് ഡിസ്കഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് മറ്റേ പുള്ളിയോടെ ചോദിച്ചു, മറ്റേ പുള്ളിയോടെ എന്ന് വെച്ച്. അപ്പം ഇവരൊക്കെ ആരാണ് സാർ, അല്ല പോലീസ് ഓഫീസർ അവിടെ, വാട്ട് ഈസ് ഹിസ് നെയിം എന്ന് വെച്ച്. റിയാസ് അവിടെ, റിയാസ് മാറ്റാൻ പറ്റുന്ന പറഞ്ഞു. പുള്ളിയാണ് അവിടെ വയ്ക്കണത്, റിയാസിനെ മാറ്റരുതെന്ന്. പുള്ളി പറഞ്ഞു ഹീസ് എ ട്രംപ് കാർഡ്. പുള്ളി എന്നോട് പറഞ്ഞാണ്ടാ അത് ട്രംപ് കാർഡാണ്, പുള്ളിനെ മാറ്റരുത്. ഹിന്ദിന്ന് വേറെ ഏത് സ്റ്റാർ ഇട്ടാലും ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്നത്, ഓഡിയൻസ് ജഡ്ജ് ചെയ്ത് കളയുന്നത്. ഓഡിയൻസ് നിങ്ങൾ ആരിടും എന്ന് പറഞ്ഞു, നിങ്ങൾ ആ ക്യാരക്ടർ ഇവിടുത്തെ തന്നെ ഹീറോയിൻ തന്നെ ഇടണം, വേറെ ആരെ ഇടാൻ പറ്റില്ല. ഹിന്ദിയിലുള്ള തന്നെ വേറൊരു ഹീറോയിൻ ഇടണം. വേറൊരു ഹീറോയിൻ ഇടുമ്പോൾ അത് ജഡ്ജ് ചെയ്ത് പോകുന്നു പറഞ്ഞു. പിന്നെ റിയാസ് കുഴപ്പം എന്താ അതിൽ മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ച് അങ്ങനെ പുള്ളിയാണ് എന്നെ ഇടുന്നത്. മുരുകാസ് ഉടനെ ഫോണിൽ തന്നെ വിളിക്കണത്, വണ്ടി കയറിക്കോ റിയാസ് വിളിക്കുന്നത്. അങ്ങനെ അവിടെ പോയി പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ പരിചയപ്പെട്ടു. പുള്ളിയാണ് എനിക്ക് ഭയങ്കര ഒരു സാധനം അടിച്ച് മനസ്സിലാക്കി തന്നത്. ഞാൻ ആ സമയങ്ങളായപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഓൾ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരായിട്ട് രജനി സാർ, കമൽ സാർ, ലാൽ സാർ, സാർ, സുരേഷ് ഗോപി സാർ, ധനുഷ്, അർജുൻ, അപ്പുറത്തെ ചിരഞ്ജീവി, ഉപേന്ദ്ര, നാഗാർജുൻ, വെങ്കടേഷ്, ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർഡം എന്താണെന്നറിയാം. നമുക്ക് എന്തൊക്കെ ചെയ്താലും നമുക്കൊരു ചെറിയൊരു ഇത്, നമുക്ക് ലാൽ സാർ മേത്തേക്ക് ചാടി പോയിരുന്ന് കെട്ടിപ്പിടിക്കാൻ അങ്ങനെ വരില്ല. പക്ഷേ പുള്ളി നമ്മളെ കംഫർട്ടബിൾ ആക്കി തരും, സാർ നമ്മളെ കംഫർട്ടബിൾ ആക്കി തരും, കോമഡി സാർ നമ്മളെ കംഫർട്ടബിൾ ആക്കി തരും. പക്ഷെ നമുക്ക് നേരെ പോയി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഫ്രണ്ടാകാൻ പറ്റില്ല. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഗുരുസ്ഥാനത്താണ് വയ്ക്കാൻ പറ്റില്ല. പുള്ളി അത് പൊട്ടിച്ചാവും. പുള്ളി എങ്ങനെ പൊട്ടിക്കണമെന്ന് വെച്ചാൽ അത് പുള്ളി എന്നോടല്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരിക്കലും പുള്ളി സ്റ്റാർഡം കൊണ്ടുവന്നിട്ടേ ഇല്ല. അതായത് ഇത്രയും ദൂരത്ത് ഒരാൾ, ഞാൻ അതിന് കുറേ കണ്ടിട്ടുണ്ട്, തെലുങ്കിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന അവിടെ ചേരിടാൻ പാടില്ല, അപ്പുറത്തായിരിക്കണം, ഇത് പാടില്ല. പറയുകയാണെങ്കിൽ അടുത്ത് പോകണമെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്, പെർമിഷൻ ചോദിക്കണം, വരാൻ പാടില്ല, കറണ്ട്. ഇത് മൊത്തം പുള്ളി ബ്രേക്ക് ചെയ്തതാണ്. വെച്ചാൽ ടോട്ടൽ ബ്രേക്ക് കഴിഞ്ഞാൽ ആരുമില്ല, ഉണ്ട് പക്ഷെ ദൂരത്താണല്ലേ, അടുത്തേക്ക് ആരുമില്ല. അടുത്ത ഷൂട്ടിംഗ് സ്പോട്ടിൽ വർക്ക് ഏരിയയിൽ പുള്ളി വർക്ക് ചെയ്യുക, കൂടെ ഉള്ള എല്ലാവരെയും ഒരേപോലെ എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഡിഫറൻറ്റ് പോലും ഇല്ല. കാരവനിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള പുള്ളി, എല്ലാവരും സംസാരിച്ച് ഒരിക്കലും ആ ബ്രേക്കിന് വേണമെങ്കിൽ അകത്ത് പോയി കഴിക്കും, സംസാരിക്കും. ഒരിക്കലും ഒരു വലിയ സ്റ്റാർന്ന് പുള്ളി എവിടെയും പുള്ളി കൊണ്ടുമില്ലാതെ പുള്ളി ആ ക്യാരക്ടറായിട്ട് മാത്രമേ ഇരുന്നുള്ളൂ. ഞങ്ങളെ അങ്ങനെ ഇരുത്തിയിട്ടുള്ളൂ പുള്ളി. പിന്നെ തലക്കടിച്ചപ്പോഴെന്നറിയോ, പാക്കപ്പ് ആയില്ലേ, സ്റ്റാറായി.